എല്ലാവർക്കും നമസ്കാരം. ബിന്ദുസ് കുക്ക് ബുക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് 2 റൈസിൻ്റെ റെസിപ്പീസാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അതേപോലൊക്കെ അധികം സാധനങ്ങളൊന്നും ഇതിന് ആവശ്യവുമില്ല. ടൊമാറ്റോ, ഓണിയൻ, കറിവേപ്പില ഇതൊക്കെ മതിയാവും. അതേപോലെ വളരെ രുചികരമായിട്ടുള്ള 2 റൈസിൻ്റെ ഡിഷസുമാണ്. ഇത് കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനും മുതിർന്നവർക്ക് ഓഫീസിൽ കൊണ്ടുപോകാനും ഒക്കെ പറ്റിയ ഒരു വിഭവം കൂടിയാണ്. ഇതിൻ്റെ കൂടെ തോരനോ അല്ലെങ്കിൽ എന്തെങ്കിലും മെഴുക്കുവരട്ടിയോ മതിയാവും. അതിനുവേണ്ടി ചീനച്ചട്ടി അടുപ്പിലേക്ക് വയ്ക്കുക. 4 ടേബിൾ സ്പൂൺ എള്ളെണ്ണ അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുന്നുണ്ട്. അപ്പോഴേക്കും നമുക്ക് ഉണക്കമുളക് പൊട്ടിച്ചത് 4 ഇട്ട് കൊടുക്കാം. ഉണക്കമുളക് മൂത്ത് വരുമ്പോഴേക്കും അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഉള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 4 മീഡിയം സൈസിലെ സവാള റഫായിട്ട് ചോപ്പ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. 1 തണ്ട് കറിവേപ്പിലയും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് വഴന്ന് വരണം. ഇത് ഏകദേശം ഒന്ന് പകുതി വഴന്ന് വരുന്നതാണ് അടുത്ത് നമുക്ക് ചേരുവ ചേർക്കാനുള്ള സമയം എന്ന് പറയുന്നത്. ഒത്തിരി ഒന്നും വഴറ്റേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഉള്ളിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയേ. ഇതിലേക്ക് ഇനി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. ഇനി മഞ്ഞൾപ്പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നിടം വരെ ഇളക്കി അതിനെ ഒന്ന് ലോ ഫ്ലെയിമിലിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മുളക് പൊടി ചേർത്ത് കൊടുക്കാമേ. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് നമുക്ക് വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ഉലുവാപ്പൊടി ലേശം ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ പോലും വേണ്ട കേട്ടോ. 2 പിഞ്ച് ഇട്ട് കൊടുത്തേച്ചാൽ മതിയേ. ഇനിയും കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി ഇട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 6 എടുത്തിട്ടുണ്ട്. നല്ലതായിട്ട് പഴുത്ത തക്കാളി നല്ലതായിട്ട് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി ഇത് നല്ലതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് വേവിക്കണം. കാരണം ഈ വെള്ളം തക്കാളിക്കകത്തുനിന്ന് മുഴുവനും ഇറങ്ങി അത് നല്ല ഡ്രൈ ആക്കണം. ഈ ഒരു പേസ്റ്റ് പരുവത്തിലാവണം ഇത്. അതാണ് ഇനി അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അടപ്പ് വെച്ച് അടച്ച് വേവിക്കാമേ. ഇതേപോലെ തട്ടിപ്പൊത്തി നല്ലതായിട്ട് വെച്ച് കൊടുക്കണം. അപ്പോൾ ഉള്ളിലോട്ട് നല്ലതായിട്ട് ആവി കയറും. അതേപോലെ തക്കാളിക്കകത്തിലെ വെള്ളമെല്ലാം ഇറങ്ങി വരും. കണ്ടില്ലേ ഇതേപോലൊക്കെ. അതിനുശേഷം ഇടയ്ക്കിടയ്ക്ക് ഇത് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണമേ. അല്ലെങ്കിൽ അടിക്ക് പിടിക്കാനൊക്കെയുള്ള ഒരു ചാൻസ് ഉണ്ട് അതുകൊണ്ട്. അപ്പോൾ ഇനി ഇത് നന്നായിട്ടാണെന്നുണ്ടെങ്കിൽ വെള്ളമെല്ലാം പറ്റി നല്ല ഡ്രൈ ആയിട്ട് വരും. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു മിക്സ് ഉണ്ടാക്കി വെച്ചാൽ അത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. ഒരാഴ്ച വരേക്കും നമുക്കിത് ഉപയോഗിക്കാം. അപ്പോൾ നമ്മളൊരു പാത്രത്തിലാക്കി, അതായത് ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറോ വല്ലതും എടുത്ത് അതിൽ ആക്കി ഫ്രിഡ്ജിൽ തണുത്തതിന് ശേഷം സൂക്ഷിച്ച് വയ്ക്കാം. പിന്നെ ചോറെടുക്കുക, ഈ മിക്സ് എടുക്കുക, 1-2 ടീസ്പൂണോ അല്ലെങ്കിൽ അവരവരുടെ ആവശ്യത്തിന് ഇട്ട് ചോറിനകത്ത് ഇളക്കുക. കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തു വിടാനും ഒക്കെ നല്ലൊരു ഡിഷാണ് ഇത്. അപ്പോൾ ആവശ്യത്തിന് ഇതിനകത്തിൽ എരിവൊക്കെ ചേർക്കാവുന്നതാണ് അവരവരുടെ ഇഷ്ടം പോലെ കേട്ടോ. ഉപ്പിട്ട് ചോറ് വാർത്തെടുത്താൽ വളരെ നന്നായിരിക്കും. അടുത്ത 2ാമത്തെ ഡിഷ് നമ്മളെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ചീനച്ചട്ടി അടുപ്പിലേക്ക് വയ്ക്കുക. അതിന് വേണ്ടി ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണയാണ്. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. അതോടൊപ്പം 1 ടീസ്പൂണ് നെയ്യും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നെയ്യ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തത്, അതുകൊണ്ട് നല്ല മണമൊക്കെയാണ്. ഇത് തയ്യാറാക്കുമ്പോൾ തന്നെ നല്ല വാസന അടിക്കുന്നത്. ആ എണ്ണ അപ്പോൾ നല്ലതായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂണ് കടുകിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ചേ ഇവിടെ ഉണ്ടാക്കുന്നുള്ളൂ, അതുകൊണ്ട് 1/2 ടീസ്പൂൺ ഇട്ടത്. ഇത് ഏകദേശം ഒരു 2 ലഞ്ച് ബോക്സിലേക്ക് ഉള്ള മിശ്രിതമാണ് ഞാനിപ്പോൾ ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം വരുത്താവുന്നതാണ്. അതിനനുസരിച്ച് അപ്പം സാധനങ്ങളും ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണ് ജീരകം ഇട്ട് കൊടുത്തു. ജീരകം നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട്. ഇനി ഉണക്കമുളക് പൊട്ടിച്ചത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉണക്കമുളക്. അപ്പോൾ അതൊക്കെ അവരവരുടെ ഇഷ്ടമാണ്. വേണമെങ്കിൽ ചേർക്കാം, വേണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഉള്ളിയും അതോടൊപ്പം 1 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതും ഞാൻ റഫായിട്ട് അരിഞ്ഞതാണ്. നന്നായിട്ട് ചോപ്പ് ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. ഇതേപോലെ റഫായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുത്തേച്ചാൽ മതിയേ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമുക്ക്. ഏകദേശം ഒരു ചെറുതായിട്ട്, അതായത് കണ്ടില്ല, ഒരു ഹാഫ് ബ്രൗൺ ആകുന്നിടം വരെ നമ്മളിത് വഴറ്റിയെടുക്കണം. അതായത് ഇതിൻ്റെ ഒരു പരുവമെന്ന് പറയുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിട്ടൊന്ന് ഇളക്കി അതിൻ്റെ മഞ്ഞൾപ്പൊടിയുടെ ഒരു പച്ചമണം ഉണ്ടല്ലോ അതൊന്ന് മാറുന്നിടം വരെ ലോ ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം.
ഇപ്പോൾ എരിവ് വേണമെങ്കിൽ 1/4 ടീസ്പൂൺ റെഗുലർ ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പം എരിവൊന്നും ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് കാശ്മീരി ചില്ലി ചേർത്തത്. അപ്പോൾ നല്ലൊരു കളറും ഉണ്ടാവും, കഴിക്കാൻ അധികം എരിവും ഉണ്ടാവുകയല്ല. കുട്ടികൾക്കൊക്കെ വളരെ അട്രാക്ഷൻ തോന്നും കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമ്മുടെ ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റോളം ഇത് ലോ ഫ്ലെയിമിലിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. അപ്പോൾ അത് തയ്യാറായി. ഇനി നമുക്ക് ഇത് കുറച്ച് ചോറെടുത്ത് അതിലേക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പുണ്ടോ ഇല്ലെന്ന് ശ്രദ്ധിക്കണം. പച്ചരി ആണെങ്കിലും ഏത് ചോറ് വെക്കുന്നതിനകത്തിലാണെങ്കിലും നമ്മൾ ഉപ്പിട്ടിട്ട് ഈ റൈസ് ഉണ്ടാക്കുവാണെങ്കിൽ പിന്നെ എക്സ്ട്രാ ആയിട്ട് നമ്മൾ ഉപ്പ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ലേ. അപ്പം നല്ല രുചികരമായിട്ടുള്ള നല്ല 2 റെസിപ്പീസാണ്. ഇതാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിലേക്ക് കൊടുത്തയക്കുക. എല്ലാവരും ഇത് മുഴുവനും കഴിച്ചിട്ട് വരുന്നതായിരിക്കും. ഇതിനോടൊപ്പം വല്ല മെഴുക്ക് പുരട്ടിയോ അല്ലെങ്കിൽ തോരനോ അല്ലെങ്കിൽ ചിപ്സ്, പപ്പടം, റൈത്ത, ഇതെല്ലാം നല്ല കോമ്പിനേഷനായി ഈ റൈസിനെ അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് കാണുന്നിടം വരെ നന്ദി, നമസ്കാരം.